ഒരു വലിയ ദുരന്തത്തെ നമ്മൾ അതിജീവിച്ച് അതിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ പരിശ്രമിക്കുകയാണ്. വയനാട് മഹാദുരന്തം അതിന്റെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ സംബന്ധിച്ച് ഇന്ന് ഉത്തരവിറങ്ങി. ഏകോപനത്തിന് 3 സമിതികളുണ്ടാവും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും വയനാട് പുനർനിർമ്മാണ സമിതി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ വൈകിട്ട് മുഖ്യമന്ത്രി 5 മണിക്ക് മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, വയനാട് ടൗൺഷിപ്പിലെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. ഏകോപനത്തിന് 3 സമിതികളാണ് ഉണ്ടാവുക. എന്താണ് വിശദാംശങ്ങൾ? അതെ, 3 സമിതികളാണ് ഈ വയനാട് പദ്ധതി പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതിനായി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. ഇക്കാര്യങ്ങളടക്കം വിശദീകരിക്കാനാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുള്ളത്. എന്തായാലും പ്രധാനമായും ഈ 3 ഏകോപനത്തിലുള്ള 3 സമിതികൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്, മറ്റൊന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും സ്പോൺസർമാരും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയാണ്, മൂന്നാമത്തെ സമിതി എന്നത് ചീഫ് സെക്രട്ടറി ചെയർമാനായ ഉപദേശക സമിതി. ഈ പദ്ധതിയുടെ നടത്തിപ്പ് ഊരാളുങ്കലിനാണ്. പദ്ധതിയുടെ ആകെ ചെലവ് ഇപ്പോൾ സർക്കാർ കണക്ക് കൂട്ടുന്നത് 632 കോടി രൂപയാണ്. ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ഒരു സർക്കാരിൻ്റെ മറ്റൊരു തീരുമാനമുള്ളത് ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പ് ആയി സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് ദുരന്ത നിവാരണ വകുപ്പിനെയാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഏതായാലും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് പാക്കേജ് നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ തീരുമാനങ്ങൾ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നു. അക്കാര്യങ്ങൾ വിശദീകരിക്കും.